ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെൽ സ്റ്റോക്സ് ആൻഡ് ബൈ ഗോൾഡ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. അപ്പോൾ ഇത്തരത്തിൽ ഇൻവെസ്റ്റേഴ്സ് ചിന്തിക്കുന്നുവെങ്കിൽ അതിൽ അവരെ ഒരിക്കലും തെറ്റു പറയാനാവില്ല. കാരണം ആത്യന്തികമായിട്ട് എല്ലാ ഇൻവെസ്റ്റേഴ്സും സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്നത് അവരുടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു ഗ്രോത്തിനും വേണ്ടിയാണ്. നല്ല റിട്ടേൺ കിട്ടുക എന്നതാണ് ആത്യന്തികമായിട്ട് എല്ലാവരുടെയും ലക്ഷ്യം. അപ്പോൾ കഴിഞ്ഞ 12 മാസത്തെ ഒരു പെർഫോമൻസ് നമ്മൾ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ആയി നിഫ്റ്റി നോക്കുകയാണെങ്കിൽ അതൊരു 9 to 11% ഇടയിലുള്ള ഒരു റിട്ടേൺ മാത്രമാണ്. എന്നാൽ ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും മുന്നേറ്റം എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ്. ഇപ്പോൾ ഗോൾഡ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 12 മാസം 70 മുതൽ 75% ഒക്കെ റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ 10 ഗ്രാം ഗോൾഡിൻ്റെ പ്രൈസ് 1.5 ലക്ഷത്തിന് മേലെ പോയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഇൻവെസ്റ്റേഴ്സ് ഗോൾഡിലേക്കും സിൽവറിലേക്കും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഹൈ റിട്ടേൺ നൽകുന്ന ഹൈ ഗ്രോത്ത് ഉള്ള മേഖലകളിലേക്ക് പോകുന്നത് നമുക്ക് തെറ്റു പറയാനാവില്ല. എന്നാൽ അവിടെ ഒരു ലോങ് ടേം വ്യൂവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗോൾഡിന് അതിൻ്റെതായ പ്രാധാന്യം ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലയിലുണ്ട്. ഇപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു വളറ്റിലിറ്റി ഒരു ഷോക്ക് അബ്സോർബർ പോലെ അല്ലെങ്കിൽ ഒരു ഹെഡ്ജിങ് ടൂൾ പോലെ ആ വളറ്റിലിറ്റിയെ മറികടക്കാനും അതിൽ നിന്ന് ഇൻവെസ്റ്റേഴ്സിൻ്റെ ക്യാപിറ്റൽ സംരക്ഷിക്കാനും ഒക്കെ ഗോൾഡ് ഒരു സെക്യൂരിറ്റി അസറ്റായിട്ട് നമ്മൾ സൂക്ഷിക്കാറുണ്ട്. ഇതുകൂടാതെ കറൻസി ഹെഡ്ജിങ്ങിന് വേണ്ടിയിട്ടും ഗോൾഡ് ഉപയോഗിക്കാറുണ്ട്. പ്രത്യേകിച്ച് റൂപ്പി ഡോളറിനെതിരെ താഴോട്ടേക്ക് പോകുമ്പോൾ നമ്മുടെ പർച്ചേസിങ് പവർ അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. കൂടാതെ ഗോൾഡ് ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു സമാധാനം അല്ലെങ്കിൽ ഒരു പീസ് ഇൻവെസ്റ്റേഴ്സ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു സ്റ്റാബിൾ അസറ്റായിട്ട് നമ്മൾ കാണാറുണ്ട്. എന്നാൽ അവിടെ നമ്മൾ സ്റ്റോക്കുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അവിടെ ധാരാളം ഡിസഡ്വാൻറ്റേജസ് ഗോൾഡിനുണ്ട്. നമ്മൾ ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ ലോങ് ടേമിൽ ഈക്വിറ്റി റിട്ടേൺസ് അതിൻ്റെ ബെഞ്ച് മാർക്കായ നിഫ്റ്റി 50യുടെ ഒരു റിട്ടേൺസ് നമ്മൾ 10 വർഷത്തെ നോക്കുകയാണെങ്കിൽ 12 to 14% CAGR ഗ്രോത്തിലൂടെയാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഗോൾഡിൻ്റെ CAGR റിട്ടേൺ 8 to 10% മാത്രമാണ്. അപ്പോൾ ഈ ഒരു ഗ്രോത്തിൻ്റെ ആ ഒരു സിനാരിയോ മാറ്റിവെച്ചാൽ പോലും ഈക്വിറ്റിയിൽ നിന്ന് കിട്ടുന്ന മറ്റ് ബെനിഫിറ്റുകൾ ഒരിക്കലും ഗോൾഡിൽ നിന്ന് ലഭിക്കാറില്ല. ഉദാഹരണത്തിന് കാലാകാലങ്ങളിൽ കമ്പനി നൽകുന്ന ഡിവിഡൻറ്റ്, അതേപോലെ ബോണസ് ഷെയറുകൾ, ഇതൊക്കെ ഉണ്ടാക്കുന്ന പവർ ഓഫ് കോമ്പൗണ്ടിങ് ഉണ്ട്. ആ ഒരു എഫക്റ്റ് ഒരിക്കലും ഗോൾഡിൽ ഉണ്ടാവുകയില്ല. ഗോൾഡ് എന്ന് പറയുന്നത് അതൊരു ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു അസറ്റല്ല. ഇപ്പോൾ ലോക്കറുകളിൽ വെറുതെ കിടക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഹയർ പ്രൈസിൽ ബൈ ചെയ്യാൻ ആളുകൾ ഉണ്ടാകുമ്പോൾ മാത്രം വളരുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഗോൾഡ്. എന്നാൽ കമ്പനികളുടെ ഇക്വിറ്റീസ് എന്ന് പറയുന്നത് അതിന് അണ്ടർലൈങ് ആയിട്ടൊരു ബിസിനസ് ഉണ്ട്. ആ ബിസിനസ് വളരുമ്പോൾ സ്വാഭാവികമായിട്ടും ഷെയർ പ്രൈസിൽ ഡിമാൻഡ് ഉണ്ടാവും. അപ്പം അത്തരത്തിൽ വളരെയധികം ഡൈനാമിക്കായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സെക്ടറാണ് ഈക്വിറ്റി. അതുകൊണ്ടാണ് പൊതുവേ വേൾഡ് വൈഡ് ഇൻവെസ്റ്റേഴ്സ് ഏറ്റവും അധികം പ്രിഫർ ചെയ്യുന്ന ഒരു അസറ്റ് ക്ലാസ് എന്ന് പറയുന്നത് ഈക്വിറ്റീസാണ്. അപ്പോൾ നിലവിൽ ഗോൾഡിന് ഉണ്ടായിട്ടുള്ള അഭൂതപൂർവമായ ഈ ഒരു ഡിമാൻഡ് അതൊരു ടെമ്പററി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ഒന്ന്, സെൻട്രൽ ബാങ്കുകൾ വ്യാപകമായിട്ട് ഗോൾഡ് വാങ്ങുന്നു. അതുകൂടാതെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ്, ട്രേഡ് ടെൻഷൻസ്, AI ബബിൾ ഉണ്ടാകുമെന്ന പേടി, ഇത്തരത്തിലുള്ള പല കാരണങ്ങൾ കൊണ്ടും ഗ്ലോബൽ ഈക്വിറ്റി മാർക്കറ്റിൽ ഒരു അൺസർട്ടനിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ US മാർക്കറ്റിലെ അനിശ്ചിതത്വം കാരണം അവിടെ ഡോളർ വലിയ തോതിൽ വീക്കായിട്ടുണ്ട്. ഇതൊക്കെ സേഫ് ഹെവൻ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കയറുന്ന ഗോൾഡിലേക്ക് ഇൻവെസ്റ്റേഴ്സിൻ്റെ പണം ഷിഫ്റ്റ് ചെയ്യപ്പെടാൻ കാരണമായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഷിഫ്റ്റ് ചെയ്യപ്പെടുമ്പോൾ സാധാരണക്കാരായ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഈ ഗോൾഡ് റായയുടെ ബെനിഫിറ്റ് അനുഭവിക്കാൻ അല്ലെങ്കിൽ അത് മിസ് ചെയ്യപ്പെടുമോ എന്ന ഭയം കാരണം ഹൈ പ്രൈസിൽ പോയിട്ട് എൻ്റർ ചെയ്യുകയും അത് തുടർച്ചയായ പ്രൈസ് ഹൈക്ക് ഗോൾഡിൽ ഉണ്ടാക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഫോമോയുടെ അടിസ്ഥാനത്തിൽ അതിശക്തമായ ബൈങ് പല കോണുകളിൽ നിന്നും ഉണ്ടാകുന്നതാണ് ഗോൾഡ് പ്രൈസ് ഇപ്പോൾ ഉയരാനുള്ള ഒരു കാരണം. മുകളിൽ സൂചിപ്പിച്ച ആ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും അതുപോലെ ട്രേഡ് ടെൻഷൻസും ഒക്കെ സെറ്റിലാവുകയും ഈക്വിറ്റി മാർക്കറ്റ് പെർഫോം ചെയ്യുകയും തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഗോൾഡിൽ സ്വാഭാവികമായ ഒരു കറക്ഷൻ ഉണ്ടാവും. ഇപ്പോൾ കോവിഡ് ക്രൈസിസിൻ്റെ സമയത്ത് നമ്മളിത് കണ്ടതാണ്. ആ സമയത്ത് മാർക്കറ്റ് വലിയ തോതിൽ താഴോട്ടേക്ക് പോയപ്പോൾ ഗോൾഡ് വലിയ തോതിൽ മുന്നോട്ടേക്ക് വന്നിരുന്നു. എന്നാൽ പിന്നീട് മാർക്കറ്റ് തിരിച്ചു വന്നപ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ് സ്റ്റെബിലൈസ് ചെയ്യപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗോൾഡ് ഒരു പെർമനൻറ്റ് റാലി നടക്കുന്ന ഒരു സംഭവമല്ല ഇത്. എങ്കിൽ പോലും നമ്മുടെ പോർട്ട്ഫോളിയോയിലെ ഒരു 10 to 15% നമ്മൾ ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ പോലെയുള്ള മെറ്റലുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു ഷോക്ക് അബ്സോർവർ പോലെ നമുക്ക് പല ഘട്ടങ്ങളിലും ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്.
അപ്പോൾ ഈക്വിറ്റി പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലായിട്ട് ഈ ഗോൾഡിലും സിൽവറിലേക്ക് മാറ്റുന്നത് ഒരു നല്ലൊരു അഡ്വൈസ് അല്ല. ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു സിനാരിയോ മാത്രമാണിത്. ഇന്ന് നിഫ്റ്റി കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് നൽകിയതായിട്ട് കാണാം. 25,418 എന്ന ലെവലിലാണ് ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. 0.3% ഒരു അപ്സൈഡ് മൂവ് ആണ് ഉണ്ടായത്. അപ്പോൾ വലിയൊരു റാലി നമ്മൾ നിഫ്റ്റിയിൽ ഉണ്ടാവാത്തതിൻ്റെ ഒരു കാരണം വരാൻ പോകുന്ന ബഡ്ജറ്റാണ്. അപ്പോൾ ആ ബഡ്ജറ്റിൻ്റെ മുമ്പുള്ള ഒരു കോഷ്യസ് ആയിട്ടുള്ള അപ്രോച്ചാണ് പൊതുവെ മാർക്കറ്റിൽ നമ്മൾ കാണുന്നത്. ഇന്ന് സെൻസെക്സ് എക്സ്പയറി ഡേ ആണ്. അതിൻ്റേതായ ഒരു വളറ്റിലിറ്റി ഇന്ന് തുടക്കത്തിൽ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫൈനലായിട്ട് പക്ഷേ ഒരു പോസിറ്റീവ് നോട്ടിൽ ക്ലോസ് ചെയ്യാൻ നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ, ഒരു ലോങ് വിക്കുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് ബയേഴ്സ് വലിയ തോതിൽ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഷോർട്ട് ടു മീഡിയം ടേം മാർക്കറ്റിൻ്റെ മൊമെൻറ്റം വളരെയധികം കൺസ്ട്രക്റ്റീവ് ആണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. എങ്കിൽ പോലും അപ്സൈഡ് മൂവ് ലിമിറ്റഡ് ആണെന്നും നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് പെർഫോമൻസിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. കാരണം ടെക്നിക്കലി നിഫ്റ്റി അതിൻ്റെ 10-day മൂവിങ് ആവറേജിന് മുകളിലാണെങ്കിലും 20-day 50-day മൂവിങ് ആവറേജിന് താഴെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു റിക്കവറി ഒരു എക്സ്പയറി ഡേ കറക്ഷൻ ആവാം. ഇപ്പോൾ നിഫ്റ്റിയുടെ ഒരു റെസിസ്റ്റൻസ് ലെവൽ ഇപ്പോഴും 25,480 എന്ന ലെവല് കാര്യമായിട്ട് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ അടുത്ത ഒരു റെസിസ്റ്റൻസ് ആയിട്ടുള്ള 25,650 ഉണ്ട്. ഈ ലെവലുകൾ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു സസ്റ്റൈൻഡ് ആയിട്ടുള്ള ഒരു അപ്സൈഡ് മൂവ് കാണാൻ കഴിയുള്ളൂ. മൊമെൻറ്റം ഇൻഡിക്കേറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ RSI അത് സൂചിപ്പിക്കുന്നത് 43 എന്നുള്ള ഒരു ലെവലാണ്. അപ്പോൾ ഓവർ സോൾഡ് സോണിൽ നിന്നും നിഫ്റ്റി റിക്കവർ ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ന്യൂട്രൽ ലെവലായിട്ടുള്ള 50 മാർക്ക് ക്രോസ് ചെയ്തിട്ടില്ല. ഇന്ന് ഇന്ത്യ വിക്സും ഏകദേശം ന്യൂട്രലായിട്ട് നിന്നതായിട്ട് കാണാം. 13.32 എന്ന ലെവലിലാണ് ഇന്ത്യ വിക്സ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ഇന്ത്യ വിക്സിലുണ്ടായ ഹൈക്ക് അത് കുറച്ച് സ്റ്റെബിലൈസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഓപ്ഷൻ മാർക്കറ്റിലുള്ള ഓപ്പൺ ഇൻട്രസ്റ്റുകൾ നമ്മൾ നിഫ്റ്റി 50 എക്സ്പയറുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ 26,000 എന്നുള്ള ലെവലാണ് ഹയസ്റ്റ് കോൾ സൈഡിലുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ചേഞ്ചാണ്. കാരണം ഇതിനു മുമ്പേ 27,500 ആയിരുന്നു ഹയസ്റ്റ് കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ്. എന്നാൽ പുട്ട് സൈഡിലുള്ള ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് 25,000 തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു വലിയ റേഞ്ചിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ബുൾസ് ആയാലും ബിയേഴ്സ് ആയാലും ശക്തമായിട്ട് മാർക്കറ്റിൽ നിൽക്കുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ ഗ്ലോബൽ ഇൻഡെക്സുകളെല്ലാം ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ക്ലോസിംഗ് ആണ് ഉണ്ടായിരുന്നത്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം US ഫെഡ് റിസർവിൻ്റെ സുപ്രധാനമായ FOMC മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഔട്ട്കം എന്നുള്ള നിലയ്ക്ക് നമ്മൾ കാണുന്നത് പലിശ നിരക്കുകളിൽ യാതൊരുവിധ മാറ്റവും വരുത്താതെയാണ് ഫെഡ് റിസർവ് അവരുടെ മീറ്റിംഗ് അവസാനിപ്പിച്ചത്. ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് 3.5 to 3.75 എന്നുള്ള ആ നിലയിൽ തന്നെ തുടരാനാണ് ജെറോം പവൽ തീരുമാനിച്ചത്. ഇപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ശക്തമായ സമ്മർദ്ദം ഉണ്ടായിട്ട് പോലും ഫെഡ് റിസർവ് അതിനെതിരെയുള്ള ഒരു നിലപാടാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ വരാൻ പോകുന്ന FOMC മീറ്റിങ്ങുകളിലും റേറ്റ് കട്ട് ഉണ്ടാവില്ലെന്ന സൂചനയും ഫെഡ് റിസർവ് നൽകിയതായിട്ട് കാണാം. അപ്പോൾ ഈ ഫെഡ് റിസർവിൽ ട്രംപ് നിശ്ചയിച്ച 2 ഗവർണർമാരായിട്ടുള്ള സ്റ്റീഫൻ മീറാനും അതേപോലെ ക്രിസ്റ്റഫർ വാലറും അവർ ഈ റേറ്റ് കട്ടിന് അനുകൂലമായി വോട്ട് ചെയ്തിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എങ്കിൽ പോലും ഭൂരിഭാഗം ഫെഡ് റിസർവ് മെമ്പർമാരും റേറ്റ് കട്ടിന് എതിരെയാണ് നിന്നിട്ടുള്ളത്. അപ്പോൾ അടുത്ത ഫെഡ് റിസർവ് ചെയർമാനായിട്ട് ട്രംപിൻ്റെ ഒരു നോമിനി ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ ഇനി വരുന്ന 2 FOMC മീറ്റിങ്ങുകളിലും ജെറോം പവൽ തന്നെയായിരിക്കും ചെയർമാനാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത 2 FOMC സെഷനുകളിൽ ഒരു റേറ്റ് കട്ട് നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല. ഇനി പുതിയ ഫെഡ് റിസർവ് ചെയർമാൻ വന്നാൽ മാത്രമേ ഒരു റേറ്റ് കട്ടിനെ കുറിച്ച് ആലോചിക്കാൻ കഴിയുള്ളൂ. ഡോളർ ഇൻഡെക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് അതിൻ്റെ 52-week ലോയിനോട് അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ 95 എന്ന ആ ഒരു 52-week ലോ ലെവലിലേക്ക് അത് അടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതാണ് ഗോൾഡിൽ സിൽവറിലുമൊക്കെയുള്ള വമ്പിച്ച ഇൻവെസ്റ്റേഴ്സ് ഷിഫ്റ്റ് ഉണ്ടാവാനുള്ള ഒരു പ്രധാന കാരണം. ഇതുകൂടാതെ ക്രൂഡ് ഓയിൽ പ്രൈസും ഇന്നും ഹൈക്ക് ചെയ്തതായിട്ട് കാണാം. ഇപ്പോൾ ബ്രന്റ് ക്രൂഡ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $70 പെർ ബാരൽ എന്ന പ്രൈസ് റേഞ്ചിലാണ്. അപ്പോൾ അതുപോലെ WTI ക്രൂഡ് ഓൾമോസ്റ്റ് $65 പെർ ബാരൽ എന്ന ലെവലിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പല ഡൊമസ്റ്റിക് കമ്പനികളുടെയും പ്രധാനപ്പെട്ട റോ മെറ്റീരിയൽ ആയിട്ടുള്ള ക്രൂഡ് ഓയിൽ പ്രൈസ് ഉയരുന്നത് തീർച്ചയായിട്ടും അത് ഇൻഫ്ലേഷനെ നെഗറ്റീവായിട്ട് ബാധിക്കും. ഇന്ന് നിഫ്റ്റി 50 76 പോയിന്റോളം ഉയർന്നിട്ടാണ് ക്ലോസ് ചെയ്തതെങ്കിലും ബ്രോഡർ മാർക്കറ്റിൽ അത്തരത്തിലുള്ള ഒരു മൂവ് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോകൾ നമ്മൾ പരിശോധിച്ചാൽ ഒരു പക്ഷേ ആ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം 38% സ്റ്റോക്കുകൾ മാത്രമാണ് അഡ്വാൻസ് ചെയ്തത്. ഏകദേശം 60% സ്റ്റോക്കുകൾ ഡിക്ലൈൻ ചെയ്യുകയാണ് ഇന്നുണ്ടായിട്ടുള്ളത്. നിഫ്റ്റി 50ലേക്ക് വന്നു കഴിഞ്ഞാൽ 50 സ്റ്റോക്കുകളിൽ 25 സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തപ്പോൾ 25 സ്റ്റോക്കുകൾ ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട നേട്ടം ഉണ്ടാക്കിയത് നിഫ്റ്റി 50യിൽ ടാറ്റ സ്റ്റീൽ, L&T, ആക്സിസ് ബാങ്ക്, ടാറ്റ മോട്ടോഴ്സ്, എറ്റേണൽ, NTPC, ഇൻഡാൽക്കോ,
അദാനി പോർട്ട്, കോൾ ഇന്ത്യ, ONGC, JSW സ്റ്റീൽ, ICICI ബാങ്ക് തുടങ്ങിയവയൊക്കെയാണ്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കുക 3 പ്രധാനപ്പെട്ട മെറ്റൽ സ്റ്റോക്കുകൾ JSW സ്റ്റീൽ, ഹിൻഡാൽകോ, അതേപോലെ ടാറ്റ സ്റ്റീൽ, ഇവരാണ് മേജർ കോൺട്രിബ്യൂട്ടറായിട്ട് ഇന്ന് നമ്മൾ നിഫ്റ്റി 50യിൽ കാണുന്നത്. അപ്പോൾ മെറ്റൽ ഇൻഡെക്സിൽ ഇന്ന് 3% കൂടുതലുള്ള ഒരു റാലിയാണ് ഉണ്ടായത്. ഇന്നത്തെ സെക്ടറുകളിലൊക്കെ വേറെ ഒരു സെക്ടറിലും അത്ര കാര്യമായ മൂവ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ മെറ്റൽ സെക്ടറിൽ ഈ റാലി ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ ഇന്ന് നിഫ്റ്റി നെഗറ്റീവിൽ ക്ലോസ് ചെയ്യുമായിരുന്നു. നിഫ്റ്റിയിലെ പ്രധാനപ്പെട്ട ലൂസേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ടാറ്റ കൺസ്യൂമർ, മാരുതി, SBI ലൈഫ്, ഇൻഡിഗോ, ഏഷ്യൻ പെയിൻറ്റ്സ്. അപ്പോൾ ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ആ ഒരു ഫോള് ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ മെറ്റൽ സ്റ്റോക്കുകളിൽ ഉണ്ടായിട്ടുള്ള റാലി നമ്മൾ മെറ്റൽ ഇൻഡെക്സ് പരിശോധിച്ചാൽ അവിടെ ഹിന്ദ് കോപ്പർ ഇന്ന് 20% അപ്പർ സർക്യൂട്ടിലേക്ക് പോയിരിക്കുകയാണ്. അതുപോലെ നാഷണൽ അലൂമിനിയം, ടാറ്റ സ്റ്റീൽ, ജിൻഡാൽ സ്റ്റീൽ, വേദാന്ത, NMDC, ഹിൻഡാൽകോ, JSW സ്റ്റീൽ തുടങ്ങിയ പ്രധാനപ്പെട്ട ഈ മെറ്റൽ ഇൻഡെക്സിലെ സ്റ്റോക്കുകളെല്ലാം ഇന്ന് 2% മുതൽ 20%-അടുത്തുള്ള ഒരു മൂവാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കോപ്പർ പ്രൈസിലുണ്ടായ വമ്പിച്ച മൂവ്, അതാണ് ഹിന്ദുസ്ഥാൻ കോപ്പറിലെ ശക്തമായ റാലിക്ക് കാരണം. അപ്പോൾ ഹിന്ദുസ്ഥാൻ കോപ്പറാണ് ഇന്ന് യഥാർത്ഥത്തിൽ മെറ്റൽ ഇൻഡെക്സിനെ ഈ രീതിയിൽ വലിയ തോതിൽ ഉയർത്തിയത്. കഴിഞ്ഞ 3 മാസത്തെ കോപ്പർ പ്രൈസ് ലണ്ടൻ മെറ്റൽ എക്സ്ചേഞ്ചിൽ ഏകദേശം 6.7% ജമ്പ് ചെയ്തായിട്ട് കാണാം. നിലവിൽ അത് റെക്കോർഡ് ഹൈയിലാണ് നിൽക്കുന്നത്. $13,967 പെർ ടൺ എന്ന ലെവലിലാണ് ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുക. ഇതുകൂടാതെ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം ഇന്നലെ ഉണ്ടായിട്ടുള്ളത് FIAസിൻ്റെ ബൈങ് ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞ 15 സെഷനിൽ കണ്ടിന്യൂസ് ആയി തുടർച്ചയായിട്ട് സെല്ല് ചെയ്തുകൊണ്ടേയിരുന്ന FIAs ഇന്നലെ ഒരു ബൈങ് മോഡിലേക്ക് വന്നത് കാണാം. 480 കോടിയുടെ ഒരു നേരിയ ഒരു നെറ്റ് ബൈങ് ആണെങ്കിലും അത് ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് വളരെ വലുതാണ്. ഇതുകൂടാതെ ഇന്ന് മാർക്കറ്റിൽ പോസിറ്റീവായി വന്നിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയുടെ 2026 എക്കണോമിക് സർവേ ആണ്. ഇന്ന് യൂണിയൻ മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ എക്കണോമിക് സർവേ 2025-26 ലോക്സഭയുടെ മേശപ്പുറത്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ബഡ്ജറ്റ് സെഷൻ ഓൾറെഡി പാർലമെന്റിൽ തുടങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു എക്കണോമിക് സർവേ മേശപ്പുറത്ത് വെച്ചിരിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സിന്റെ എക്കണോമിക് ഡിവിഷനാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. രാജ്യത്തിന്റെ എക്കണോമിയെ കുറിച്ചിട്ടുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു അസസ്മെന്റ് ആണ് ഈ കമ്മിങ് ഫിസ്ക്കൽ ഇയറിൽ പ്രതീക്ഷിക്കുന്ന മാക്രോ ഡാറ്റകളാണ് ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ മൊത്തത്തിൽ എക്കണോമിക് സർവേ ഒരു പോസിറ്റീവ് നോട്ടിലാണ് നമുക്ക് കാണാൻ കഴിയുക. ഇന്ത്യയുടെ മാക്രോ ഫണ്ടമെന്റൽസ് അത് വളരെ സ്ട്രോങ് ആണെന്നും ഗ്ലോബൽ അൺസർട്ടനിറ്റി അതിനെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടില്ലെന്നുമാണ് മൊത്തത്തിൽ എക്കണോമിക് സർവേ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ സർവേയിൽ 7.4% റിയൽ GDP ഗ്രോത്താണ് FY26 കാണുന്നതെന്നും അതുപോലെ FY27 അത് 7.2% ആയിട്ട് തുടരുമെന്നും ഈ സർവേയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇൻഫ്ലേഷൻ നോർമൽ ആയതും ബാങ്കിങ് സെക്ടറിലുള്ള ആ സ്ട്രെസ് ശക്തമായിട്ട് കുറഞ്ഞതുമൊക്കെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഈ സർവേയിൽ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളായിരിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.